ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. വയനാട് കളക്ടറേറ്റിലേക്ക് UDSF പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം തടഞ്ഞു. ദീപക് മോഹനുണ്ട്. ദീപക്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് UDSFിന്റെ തീരുമാനം. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും കടന്നിരിക്കുന്നു. വയനാട് കളക്ടറേറ്റിലേക്കാണ് ഇപ്പോൾ UDFിന്റെ മാർച്ചും. പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിനുള്ള നീക്കമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് UDSFിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രവർത്തകരെ തടയുകയാണ് പോലീസ്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ്. ദീപക് മോഹനുണ്ട്. ദീപക്, പ്രവർത്തകരെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം, അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫലിക്കുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ആര്യ, സംഭവ ബഹുലമായ സാഹചര്യമാണ് കളക്ടറേറ്റിന് മുൻപിൽ അല്പം മുൻപ് നടന്നത്. UDSFിന്റെ നേതൃത്വത്തിൽ വയനാട് കൽപ്പറ്റ കളക്ടറേറ്റ് ഓഫീസിൽ DDE ഓഫീസ് ഉപരോധിക്കുന്നതിന്റെ ഭാഗമായാണ് കൽപ്പറ്റ ഓഫീസിലേക്ക് പ്രവർത്തകരെത്തിയത്. ആ കവാടത്തിന് മുൻപിൽ തന്നെ പോലീസ് ബാരിക്കേഡുകൾ കെട്ടി അടച്ചിരുന്നു. പിന്നീട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ റോഡിലിറങ്ങി തോക്ക് കത്തിക്കുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഇടപെട്ട ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയത്. അതിൽ 4 പ്രവർത്തകരെ പോലീസ് ബസ്സിലേക്ക് മാറ്റിയ സമയത്താണ് മറ്റു പ്രവർത്തകർ ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നേരത്തെ ബസ്സിൽ കയറ്റിയ പ്രവർത്തകരെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ മാർച്ച് നടത്തുന്നത്